സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന 2024 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നീ പുരസ്കാരങ്ങളാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഇനി 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2 പേരാണ്. ഡോക്ടർ S സോമനാഥ് അതുപോലെ ഭുവനേശ്വരി. ഡോക്ടർ S സോമനാഥ്, ഭുവനേശ്വരി എന്നിവരാണ് 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഡോക്ടർ S സോമനാഥ്, അതുപോലെ ഭുവനേശ്വരി കാർഷിക രംഗം. 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? കേരള ശ്രീ പുരസ്കാരത്തിന് അർഹരായവർ കലാമണ്ഡലം വിമല മേനോൻ കല, അതുപോലെ ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രാഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ വർക്കർ, VK മാത്യൂസ് വ്യവസായ വാണിജ്യം എന്നീ മേഖലകളിൽ ഇത്രയും പേർക്കാണ് 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഒന്നും കൂടി നോക്കാം. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. പ്രത്യേകം ഓരോരുത്തരുടെയും പേര് നോട്ട് ചെയ്യുക. അടുത്തത്, ഫാന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പോർച്ചുഗലിൻ്റെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടോവിനോ തോമസ് ആണ്. ഏത് ചിത്രത്തിനാണ്? അദൃശ്യ ജാലകങ്ങൾ. ചിത്രത്തിൻ്റെ പേര് അദൃശ്യ ജാലകങ്ങൾ. അടുത്ത ചോദ്യം, ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ചാണ്. വർക്കല ബീച്ച് അല്ലെങ്കിൽ പാപനാശം ബീച്ചാണ്. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്. അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? അദൃശ്യ ജാലകങ്ങൾ ഡോക്ടർ ബിജു ആണ്. ഡോക്ടർ ബിജു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയ. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക് മത് പുരസ്കാരം ലഭിച്ചത്. 2023 ലോക് മത് പുരസ്കാരം അത് ഏത് മേഖലയിലാണ് നൽകുന്നത്? മികച്ച നവാഗത പാർലമെന്റേറിയന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസിനാണ്. ജോൺ ബ്രിട്ടാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണിയാണ്. ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാനാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണൻ. EP നാരായണൻ പെരുവണ്ണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിക്കാം. ഏത് മേഖലയിലാണ്? തെയ്യം കലാകാരനാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? KK ഗംഗാധരനാണ്. KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകളോ എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? KK ഗംഗാധരൻ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്രയ്ക്കാണ്. ക്ഷേത്ര കലാശ്രീ പുരസ്കാരം. മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക ആരാണ്? KS ചിത്രയാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായികയാണ് KS ചിത്ര. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ്? കാന്തല്ലൂര് ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് ഏത്? കാന്തല്ലൂരിനാണ്. കാന്തല്ലൂര് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂരാണ്. വേദി എവിടെയാണ് നടന്നത്? വേദി ഏതായിരുന്നു? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. അടുത്ത ചോദ്യം, കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായരാണ്. സുരേന്ദ്രൻ നായർ. കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ സുരേന്ദ്രൻ നായർ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫിന്റെ എസ്തർ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. എസ്തർ എന്ന കൃതി ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ സാറ ജോസഫിന്റെ കൃതിയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായത്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. തകഴി സാഹിത്യ പുരസ്കാരം MK സാനു. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മയാണ്. PR കുമാര കേരളവർമ്മയാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ഇനി സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 അർഹനായത് NS മാധവൻ. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാരാണ്? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ
രൗദ്രം സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ രൗദ്രം സാത്വികം എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിക്കാം. ആരുടേതാണ്? പ്രഭാവർമ്മയുടേതാണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത്? രൗദ്രം സാത്വികം. കർത്താവ്, രചയിതാവ് പ്രഭാവർമ്മ. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. വയലാർ പുരസ്കാരം 2024 ആർക്കാണ്? അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പം കാട്ടൂർ കടവ് എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? നോവലാണ്. ആരുടെ കൃതിയാണ്? അശോകൻ ചെരുവിലിൻ്റെ കൃതിയാണ്. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ച കൃതിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി വിവർത്തകയാണ് ഡോക്ടർ വൃന്ദ വർമ്മ. ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയ മലയാളി ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മയാണ്. ഇപ്പോൾ പ്രശസ്ത നാടക നടനാണ് ഓച്ചിറ വേലുക്കുട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച ആരാണ്? ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവൽ. നോവലിൻ്റെ പേര് അലിംഗമാണ്. അലിംഗം എന്ന നോവൽ രചിച്ചത് ഡോക്ടർ എസ് ഗിരീഷ് കുമാറാണ്. ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ്? പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ്. ഈ അലിംഗം എന്ന നോവലിനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ വൃന്ദ വർമ്മയാണ്. മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക. അപ്പോൾ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ രജനി സുരേഷ്. മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായി. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. സമഗ്ര സംഭാവനയ്ക്ക്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അടുത്തതായിട്ട് നോക്കുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്രയാണ്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട്, എറണാകുളം ജില്ലയിലെ മണീട്. മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനിയാണ്, മലപ്പുറം ജില്ല. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. ഒന്നും കൂടി നോക്കാം. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണീട്, മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിലാണ്. ഉച്ചാന്തലമേല എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ 2024 പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാഘവൻ. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയത് MGS നാരായണൻ. കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് നിയമസഭാ പുരസ്കാരം M മുകുന്ദനാണ്. M മുകുന്ദൻ.
പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം 2024 നേടിയത് T. പത്മനാഭൻ. പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതിയുടെ പേര് പെരുമലയൻ എന്ന കൃതി ആരുടേതാണ്? MV ജനാർദ്ദനൻ്റെതാണ്. MV ജനാർദ്ദനൻ. കൃതിയുടെ പേര് പെരുമലയൻ. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം R. രാമചന്ദ്രൻ നായർ. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണിയാണ്. ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കൃതിയുടെ പേര് ഹൈന്ദവം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായിയാണ്. ഒഡിയ എഴുത്തുകാരി. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ് ആണ്. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരമാണ് രചയിതാവ് ദുർഗാ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് രാത്രിയിൽ അച്ചാങ്കര എന്നത്. രചയിതാവ് ദുർഗാ പ്രസാദ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് പത്മപ്രഭ റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ്. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ആണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല. ഗോൾഡൻ ആർക്ക്. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് S. സോമനാഥനാണ്. ISRO ചെയർമാൻ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് ISRO ചെയർമാനായ S. സോമനാഥനാണ് 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത്. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ ആണ്. ജഗതി ശ്രീകുമാർ. പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗതി ശ്രീകുമാർ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി. പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗ്രേസി. അടുത്തത് പറയുന്നത് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച ചിത്രം കാതൽ ദി കോർ. മികച്ച നടൻ പൃഥ്വിരാജാണ്. ആടുജീവിതം. മികച്ച നടി ഊർവശി ഉള്ളൊഴുക്ക്. അതുപോലെ ബീന R. ചന്ദ്രൻ തടവ്. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം. മികച്ച 2ാമത്തെ ചിത്രമാണ് ഇരട്ട. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. മികച്ച തിരക്കഥ ആടുജീവിതം. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. ഇരട്ട. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ. മികച്ച പിന്നണി ഗായിക ആൻ ആമി. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനനാണ്. ഹരീഷ് മോഹനൻ. മികച്ച ശബ്ദ മിശ്രണം റസൂൽ പൂക്കട്ടി ശരത് മോഹൻ. മികച്ച ശബ്ദ മിശ്രണം ആടുജീവിതത്തിനാണ്. റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ. മികച്ച ബാലതാരം അവ്യുക്ത് മേനോൻ. പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച ബാലതാരം തെന്നൽ. മികച്ച ബാലതാരം ആൺകുട്ടികളിൽ അവ്യുക്ത് മേനോൻ, പെൺകുട്ടികളിൽ തെന്നൽ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ. മലയാള സിനിമ കിഷോർ കുമാർ. മികച്ച ചലച്ചിത്ര ലേഖനം
ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പിന്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. പെൻ പിന്റർ പുരസ്കാര ജേതാവ് അരുന്ധതി റോയ്. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കരന്റെ ആത്മകഥ ന്യൂസ് റൂം, ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവ കുറിപ്പുകൾ. പി കേശവദേവ് ട്രസ്റ്റിന്റെ 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംഗീത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാണ് ഉണ്ണി അമ്മയമ്പലം. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് MN കാരശ്ശേരി. ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരി. ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KA ബീനയാണ്. KA ബീന. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. തെരഞ്ഞെടുത്ത കവിതകൾ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രി. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രിക്കാണ്. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇനിയും ചോദ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.